ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബ്ലൂബെറിയാണ്. ബ്ലൂബെറിയുടെ നമ്മളൊരു കുറച്ച് വലിയൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് അത് ഒന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ആ ഒരു ട്രങ്ക് തിക്നെസ്സും അതൊക്കെ അത്യാവശ്യം നല്ലൊരു ട്രങ്ക് ഫ്ലോയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ കുറച്ച് സ്ട്രെയിറ്റ് ആണ്. ആ ഒരു ഫസ്റ്റ് ബെൻഡ് സെക്കൻഡ് ബെൻഡും കഴിഞ്ഞ് കുറച്ച് ആ മുകളിലോട്ടുള്ളൊരു ബ്രാഞ്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആണ്, നേരെ ഒരു ഇത് പോയിട്ട്. അപ്പോൾ ആ ഭാഗം നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ള പ്ലാനിലാണ്. പിന്നെ ഈ ഒരു അപ്പെക്സ് ആ ഒരു ചെറിയ ഒരു മുകളിലോട്ട് നിൽക്കുന്ന ആ ഒരു ബ്രാഞ്ച് അപ്പെക്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോൾ മുകളിലോട്ട് അപ്പെക്സായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതൊന്ന് വയർ ചെയ്യണം. ഒന്ന് വയർ ചെയ്തിട്ട് വേണം മറ്റേത് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മറ്റേത് നമുക്ക് ശരിക്കും ഞാൻ ആദ്യം എയർലൈൻ ചെയ്തിട്ട് വേറെ പ്ലാന്റാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനി നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഇപ്പോഴും ട്രങ്കിന് നല്ല വണ്ണമൊക്കെ ഉണ്ട്, നല്ല ഫ്ലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ബ്രാഞ്ചസ് എന്ന് പറയുന്ന സംഭവമില്ല. കാരണം അവിടുന്ന് കട്ട് ചെയ്തിട്ട് മുളച്ച് വന്നിട്ടുള്ള ചെറിയ വളരെ കനം കുറഞ്ഞ ബ്രാഞ്ചസ് ആണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡെവലപ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വയർ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒരു 1-2 വർഷം എടുത്താലും നല്ലൊരു ബോൺസായി ആയിട്ട് ഇത് മാറുള്ളൂ. നല്ല രീതിയിലൊരു കനോപ്പിയൊക്കെ ആക്കി നല്ല ഫ്ലവറിങ് കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ബോൺസായി ആയിട്ട് മാറും ഇത് ബ്ലൂബെറി തന്നെ നമുക്കിപ്പോൾ 3 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് ഭയങ്കര സ്മോൾ ഡ്വാർഫ് ടൈപ്പ്, സ്മോൾ ലീഫൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് ഈ വലിയ ലീഫും ഫ്ലവറൊക്കെ വലുതാണ്, കുറച്ചും കൂടെ ഭംഗി കൂടുതലും. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടൊരു വേരിയൻ്റ് ഇതാണ്. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഒരു മീഡിയം ടൈപ്പ് ഉള്ളതും ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാറ്റ് തൊടിഞ്ഞ് പോയിട്ട്. നമുക്കെന്തായാലും ഇത് സോ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ ആദ്യം എയർലൈൻ ചെയ്ത് മാറ്റിയെടുത്തിട്ട് പുതിയൊരു പ്ലാന്റാക്കി എടുക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇനി നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം മറ്റ് ബ്രാഞ്ചസ് ഡെവലപ്പാക്കാനും ഉള്ള ടൈമും പിന്നെ ഇത് എയർലൈൻ ചെയ്യുമ്പോഴും കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളിത് കട്ട് ചെയ്തിട്ട് റൂട്ടെക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റീപോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കവർ ചെയ്ത് ശരിക്കും അത് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ കട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം അവിടെ. ഓക്കെ, അങ്ങനെ നമുക്ക് ബാലൻസ് വയർ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് വളരെ ചെറിയ ബ്രാഞ്ചസാണ്, നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് മുളച്ച് വന്നിട്ടുള്ള ബ്രാഞ്ചസാണ്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് വേണ്ട ഡയറക്ഷനിലൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അത് ഇനി ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്കൊരു കംപ്ലീറ്റ് ഷേപ്പിലോട്ട് എത്തിക്കാൻ പറ്റില്ല. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ ഇതാക്കുകയാണ്, ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി, ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫംഗിസൈഡ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മതി. ആക്ച്വലി ഇത് നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്തൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പുതിയ ബഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു ആ ട്രങ്കിൻ്റെ ഫ്ലോയ്ക്ക് കുറച്ചുകൂടെ നമ്മളിപ്പം ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് സ്കിന്നൊക്കെ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. അത് ഒരു കനോപ്പി നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ബ്രാഞ്ചസ് വണ്ണം വെച്ചിട്ട് അതിന് സബ് ബ്രാഞ്ചസൊക്കെ വന്ന് നല്ലൊരു കനോപ്പി ഫോം ആവും. അപ്പോൾ ആണ് ആ പ്ലാന്റിന് ഭംഗി വരുള്ളൂ. ഒരു വർഷം കൊണ്ടൊക്കെ നല്ലൊരു ബോൺസായി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേഷൻസൊക്കെ നമുക്ക് എന്തായാലും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.